നമസ്കാരം. നോക്കുമ്പോൾ ജനുവരി 4 എന്ന ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഇന്ന് വ്യാഴാഴ്ച സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു ദിവസമാകുന്നു. കൂടാതെ ഈ ദിവസം ചന്ദ്രൻ കുംഭം രാശിയിലേക്ക് മാറി വ്യാഴത്തോടൊപ്പം ഗജകേസരി യോഗമാണ് സൃഷ്ടിക്കുക. അതിനാൽ തന്നെ ചില രാശിക്കാർക്ക് അത് ശുഭകരമായ ഫലങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാവുന്നതുമാണ്. പറയുന്നത് പൊതുഫലപ്രകാരം മാത്രമാണ്. ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. ഈ സമയം പ്രധാനമായും തൊഴിൽപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. അംഗീകാരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. തൊഴിൽ അന്വേഷിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തൊഴിൽപരമായ അവസരങ്ങൾ പോലും നിങ്ങളെ തേടി എത്താവുന്നതുമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ജോലിയുമായി ബന്ധപ്പെട്ട ആശയങ്ങളും നിർദ്ദേശങ്ങളും അത് മറ്റുള്ളവർക്ക് കൂടി പിന്തുണ നൽകുവാൻ സാധിക്കും വിധമായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും. തൊഴിൽപരമായ കാര്യങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യമാണ് വന്നു ചേരുക. കൂടാതെ കുടുംബത്തിൽ അനുകൂലമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും പിന്തുണ, സ്നേഹം വർദ്ധിക്കുന്നതാണ്. ബിസിനസ് പരമായ കാര്യങ്ങൾ അല്പം അനുകൂലമാകും എങ്കിൽ പോലും പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങേണ്ടതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ബിസിനസ് പരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. മറ്റൊരു രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മിഥുനം രാശിയാകുന്നു. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഈ സമയം ബുദ്ധിയും കാര്യക്ഷമതയും ഫലപ്രദമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൂടാതെ നിങ്ങൾ ചെയ്തതായ പല പരിശ്രമങ്ങൾക്കും അനുകൂലമായ ഫലങ്ങൾ തേടി എത്താവുന്നതാണ്. കാരണം ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീരാം. അപ്രതീക്ഷിതമായി സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല പദ്ധതികളിലൂടെയും വിജയങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കരിയറുമായി ബന്ധപ്പെട്ട് സംതൃപ്തി നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടും വിജയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നതാണ് വാസ്തവം. കൂടാതെ പല വിധത്തിലുള്ള ഗുണകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളും പഠിക്കുവാനുള്ള അവസരങ്ങൾ, പുതിയ കാര്യങ്ങളാണ് എങ്കിലും പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ തർക്കങ്ങളോ സംഘർഷങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അത്തരം കാര്യങ്ങളും അനുകൂലമായി തീരും. തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാകുന്നു. പല വിധത്തിലുള്ള നേട്ടങ്ങൾ നിറഞ്ഞ സമയമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക. അത് തൊഴിൽ രംഗത്തും മറ്റ് കാര്യങ്ങളിലും പ്രതിഫലിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. തൊഴിൽ അവസരങ്ങൾ തേടുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പോലും വളരെ അനുകൂലമായി ഭവിക്കും. മറ്റുള്ളവർക്ക് കൂടി സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ നിങ്ങളെ പ്രശംസിക്കുവാൻ സാധിക്കും വിധമുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. അത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമാധാനം നഷ്ടപ്പെടുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അതിൽ പ്രധാനമായും കുടുംബവുമായി ബന്ധപ്പെട്ടാകാം. അത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരും. കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. അനുയോജ്യമായ ബന്ധങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം.
കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വിദേശം അല്ലെങ്കിൽ നാട്ടിലാണ് എങ്കിലും താൽക്കാലിക തൊഴിലാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തൊഴിൽപരമായ കാര്യങ്ങൾ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാം. നഷ്ടമാകും എന്ന് വിചാരിച്ചതായ ചില കാര്യങ്ങൾ പോലും അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ സമയം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ നീങ്ങേണ്ടത് അനിവാര്യമാകുന്നു. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. തുലാം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് തങ്ങളുടെ കഴിവുകൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ, ഫലപ്രദമായി തന്നെ വിനിയോഗിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. പിന്തുണ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. സഹകരണം, അനുകൂലമായ സഹകരണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ വളരെ കാലമായുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാം. കുടുംബവുമായി ബന്ധപ്പെട്ട പിന്തുണ, സഹായം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവസരങ്ങൾ വന്നു ചേരാം. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീർക്കാം. അത്തരം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യത വന്നു ചേരും. ശ്രമങ്ങൾ വിജയകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ആ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ് പരമായി അല്പം ലാഭം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. സന്തോഷത്തിന് കാരണമാകുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കഴിവുകൾ തെളിയിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പ്രധാനമായും ചില കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പ്രധാനമായും വിജയങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ദീർഘകാലമായി കാത്തിരുന്ന ജോലികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. കൂടാതെ സമൂഹത്തിൽ പദവിയും സ്വീകാര്യതയും വർദ്ധിക്കുന്നതാണ്. നഷ്ടപ്പെട്ടതായ കാര്യങ്ങൾ തിരികെ ലഭിക്കുവാനുള്ള സാധ്യത വർദ്ധിക്കും. കൂടാതെ നിങ്ങൾക്ക് അനുകൂലമായ വാർത്തകൾ പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിലേക്ക് വന്നു ചേരാം. നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിക്കും. ഉപദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല പ്രശ്നങ്ങളും പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം സഹകരണം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യമാണ് വന്നു ചേരുക. പല കാര്യങ്ങളിലും ആശ്വാസം ലഭിക്കുന്നതായ സാഹചര്യവും ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. പ്രധാനമായും ജോലി, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ബിസിനസ് തുടങ്ങിയ കാര്യങ്ങൾ വിപുലപ്പെടുത്തുവാൻ സാധിക്കുന്ന അവസരങ്ങളാണ് വന്നു ചേരുക. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. അതിനാൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഭാഗ്യം അനുകൂലമായി തീരാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. എന്നാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. പ്രധാനമായും ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. സ്വയം ചിന്തിച്ച് അനുകൂലമാണ് എങ്കിൽ മാത്രം മുന്നോട്ട് പോവുക.